എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന വിവിധ പരീക്ഷകൾ ഗുണപ്രദമാവുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. വരാൻ പോകുന്ന +2 ലെവൽ പരീക്ഷയിലും 10th ലെവൽ പരീക്ഷകളിലും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഗുണപ്രദമാവുന്ന രീതിയിൽ നമ്മളിവിടെ ഓരോ ചോദ്യങ്ങൾ എടുക്കുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നു. ആ ഒരു രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോവുക. നമ്മൾ ഓൾറെഡി മാത്സുമായി ബന്ധപ്പെട്ട് ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള വീഡിയോ ക്ലാസ് സീരീസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസിലൂടെ GK എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യമാണ്, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. തിരുവിതാംകൂറിലെ ദളവ എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നാണ്. മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് കുണ്ടറ വിളംബരം എന്നാണ്. ഇങ്ങനെയായിരുന്നു ചോദ്യപേപ്പറിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഓപ്ഷൻ എയിൽ 1, 3 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബിയിൽ 1, 2 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ സിയിൽ 2, 3 കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ഡിയിൽ 1, 2, 3 ശരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, തിരുവിതാംകൂറിലെ ദളവ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ശരിയായതാണ്. അപ്പോൾ ഇവിടെ തിരുവിതാംകൂറിലെ ദളവ എന്നത് ശരിയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ ഓപ്ഷനിൽ എന്ത് വേണം? 1 നിർബന്ധമായിട്ടും വരണം. അങ്ങനെയാണെങ്കിൽ 1 വരാത്ത ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് നോക്കുക, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നാണ് പറയുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. 2 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണോ അതെല്ലാം ഡിലീറ്റ് ആക്കാം. അതായത് 2 വരുന്ന ഓപ്ഷൻ ഡിലീറ്റ് ആക്കാമെന്ന് അറിയുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന ഓപ്ഷനും സി എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം 2024 കാറ്റഗറി നമ്പർ 122/2024 ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ എന്താണ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയുമായി ബന്ധപ്പെട്ട അനുരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം എടുക്കുന്നു, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. തൊട്ടടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ എന്ത് പരിചയപ്പെടും? നമ്മുടെ അനുരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഇനി നമ്മുടെ 12th ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഈ പരീക്ഷയ്ക്കൊക്കെ ഗുണപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് 1765 മെയ് മാസം 6-ാം തീയതി കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്, തലക്കുളം കൽക്കുളം ഈ ഒരു സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? വേലുത്തമ്പി ദളവ ജനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു, വേലുത്തമ്പി ദളവ ജനിക്കുന്നത് തലക്കുളം അല്ലെങ്കിൽ ചിലപ്പോൾ കൽക്കുളം എന്നും ഓപ്ഷനിൽ തരാം. അതേപോലെ തന്നെ ജനിക്കുന്നത് 1765 മെയ് മാസം 6-ാം തീയതിയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം പരീക്ഷയിൽ വന്നിട്ടുണ്ട്. തലക്കുളത്ത് വേലായുധൻ ചമ്പകരാമൻ തമ്പി എന്നറിയപ്പെടുന്ന ആരെന്ന് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വേലുത്തമ്പി ദളവയാണ്. തലക്കുളത്ത് വേലായുധൻ ചമ്പകരാമൻ തമ്പി എന്നറിയപ്പെടുന്ന ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. 1802 മുതലാണ് ഇദ്ദേഹം ആ ഒരു ദിവാൻ പദവിയിലേക്ക് വരുന്നത്. ആധുനിക തിരുവിതാംകൂറിലെ 3ാമത്തെ ഭരണാധികാരിയാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1798 1810 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ്. ആധുനിക തിരുവിതാംകൂറിലെ 3ാമത്തെ രാജാവാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന കാര്യം ഓർത്തിരിക്കുക. തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അവരുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർക്ക് കീഴിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്.
ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ ചരിത്രം പരിശോധിച്ചാൽ ആ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റും പഠിച്ചു. 1805 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറുമായിട്ട് സ്ഥായിയായ സൗഹൃദത്തിന്റെയും ആശ്രയത്വത്തിന്റെയും ഒരു സന്ധിയിൽ ഒപ്പുവെക്കുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1805 എന്ന് പറയുന്ന വർഷത്തിൽ ബ്രിട്ടീഷുകാർ എന്താണ് തിരുവിതാംകൂറുമായിട്ട് സ്ഥായിയായ സൗഹൃദത്തിന്റെയും ആശ്രയത്വത്തിന്റെയും ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ പഠിക്കാറുള്ളതാണ് 1795 വർഷത്തിലാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചതെന്നും 1805 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറിയതെന്നും നമ്മൾ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിൽ നിന്ന് നമ്മൾ പഠിക്കാറുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1805 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു തിരുവിതാംകൂറിന്റെ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് എന്താണ് ഈ 1805 ഈ ഒരു ഉടമ്പടിയിലൂടെ എന്താണ് അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത്. 1805 ഈ ഒരു ഉടമ്പടിയിലൂടെ എന്താണ് അന്ത്യം കുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ വേലുത്തമ്പി ദളവയിലേക്കാണ് വന്നത്. 1765 മെയ് 6 തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച ആ സ്ഥലം തലക്കുളം അല്ലെങ്കിൽ കൽക്കുളം എന്ന ഓപ്ഷനിൽ വരാം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പഠിച്ചു, തലക്കുളത്ത് വേലായുധൻ ചമ്പകരാമൻ തമ്പി. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു 1802 മുതൽ. ഔട്ടം തിരുനാൾ ബാലരാമവർമ്മയുമായി ബന്ധപ്പെട്ട് PSCക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു. ആധുനിക തിരുവിതാംകൂറിലെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരിയായിരുന്നു വെച്ചാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. 1805 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ ഒരു സൈനിക സഖ്യമായിട്ട് മാറുന്നത്, അതായത് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറുന്ന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് 1805 എന്നാൽ 1795 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ എന്താണ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം 1805 10 വർഷങ്ങൾക്ക് ഇപ്പുറം 1805 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ എന്താണ് ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായിട്ട് മാറി എന്ന കാര്യം ഓർത്തിരിക്കുക. അതിലൂടെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് എന്താണ് അന്ത്യം കുറിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് അധികാരത്തിലാവുന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരാം. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച നാട്ടുരാജ്യങ്ങളിലേക്ക് ഭരണകാര്യങ്ങളുടെ നിർവഹണത്തിനായിട്ട് നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മകൾ അംഗീകരിച്ച നാട്ടുരാജ്യങ്ങളിലേക്ക് ആ നാട്ടുരാജ്യങ്ങളിലെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു പദവിയിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ആദ്യമായിട്ട് തിരുവിതാംകൂറിന് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ട് വന്ന വ്യക്തി ആരെന്ന് PSC എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് കേണൽ മെക്കാളെയാണ്. മെക്കാളെയാണ് ആദ്യത്തെ റെസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിലാണ്. അതേപോലെ ചങ്ങനാശ്ശേരി ചന്ത സ്ഥാപിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവയുടെ കാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിക്കുന്നത് വേലുത്തമ്പി ദളവയാണ്. അതേപോലെ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. എന്നാൽ ഈ ഹജൂർ കച്ചേരി പിന്നീട് തിരുവിതാംകൂറിലേക്ക് മാറ്റിയത്, അതായത് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. നമ്മുടെ ഇന്നത്തെ ആ ഒരു സെക്രട്ടേറിയറ്റ് മന്ദിരമൊക്കെ പണിയുന്ന ആരെന്ന് വെച്ചാൽ അത് ആയിലം തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച നാട്ടുരാജ്യങ്ങളിലേക്ക് ഭരണകാര്യങ്ങളുടെ നിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് വന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആണ് കേണൽ മെക്കാളെ എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്ന് നമ്മുടെ വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങളിലേക്ക് വന്നു. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടു പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി എന്ന് പരിചയപ്പെട്ടു. പിന്നെ ചങ്ങനാശ്ശേരി ചന്ത സ്ഥാപിച്ചു എന്ന് പരിചയപ്പെട്ടു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു എന്ന് പരിചയപ്പെട്ടു. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചായിരുന്നു വെച്ചാൽ റിപ്പീറ്റഡ് ആണ് വേലുത്തമ്പി ദളവയാണ്. എന്നാൽ അവിടെ കൺഫ്യൂഷനായിട്ട് മാറാറുള്ളതും കണക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതുമാണ്. തിരുവിതാംകൂറിലേക്ക് ഇത് മാറ്റുന്നത്, തിരുവനന്തപുരത്തേക്ക് ഇത് മാറ്റുന്നത് ആരെന്ന് വെച്ചാൽ സ്വാതി തിരുനാളാണ്. അതേസമയത്ത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതത് ആരെന്ന് വെച്ചാൽ ആയിലം തിരുനാളാണെന്ന കാര്യം ഓർത്തിരിക്കുക.
1800 ബ്രിട്ടീഷ് റെസിഡന്റായി വന്ന കേണൽ മെക്കാളയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്ത് വേലുത്തമ്പി ദളവയുടെ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ആയിട്ട് കാരണമാകുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിട്ടുള്ള കേണൽ മെക്കാളയും അതേപോലെ തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പിയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്ത് പിന്നീട് വേലുത്തമ്പി ദളവ ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെയും ഒക്കെ തിരിയാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന്. ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട കുറേ പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. അതിലൊന്ന്, കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റിന്റെ വാശി പിടിച്ചതും കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റ് എന്നാണ് വാശി പിടിച്ചതും രാജ്യത്തിന് ഒരു വൻതുക നൽകേണ്ടിയിരുന്ന മാത്തൂ തരകൻ എന്ന ആളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന അദ്ദേഹം റദ്ദാക്കുന്നു. അതായത് ഈ ബ്രിട്ടീഷ് റെസിഡന്റ് എന്നാണ് റദ്ദാക്കുകയും ചെയ്തതാണെന്ത് കമ്പനിക്കെതിരെ ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ ദളവയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു സായുധ കലാപത്തിലേക്ക് നയിക്കാനായിട്ട് വേലുത്തമ്പി ദളവയെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റ് എന്നാണ് ഈ അന്നത്തെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയോട് വാശി പിടിച്ചു. അപ്പോൾ അതേ തുടർന്ന് രാജ്യത്തിന് ഒരു വൻതുക നൽകേണ്ടിയിരുന്ന വ്യക്തിയാണ് മാത്തൂ തരകൻ എന്നയാൾ. ആ മാത്തൂ തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാനായിട്ട് വേലുത്തമ്പി എന്നാണ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ത് ചെയ്തു? ഈ കൽപ്പന റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇത് എന്താണ് ഈ പറയുന്ന വേലുത്തമ്പി ദളവയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി വേലുത്തമ്പി ദളവയെ സഹായിച്ച കൊച്ചിയിലെ മന്ത്രിയാണ് ആര്? പാലിയത്തച്ഛൻ എന്ന് പറയുന്നത്. പാലിയത്തച്ഛൻ എന്ന കാര്യം ഓർത്തിരിക്കുക. 1808 മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം തദ്ദേശീയ സൈന്യം ആക്രമിച്ചു. റെസിഡന്റ് കപ്പലിൽ കയറി എന്താണ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ നടന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛൻ്റെയും ഒക്കെ ഒരു തദ്ദേശീയ സൈന്യം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കേണൽ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പുണ്ട്, അത് ആക്രമിക്കുന്നുണ്ട്. അതേത് വർഷമാണെന്ന് വെച്ചാൽ 1808 ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വർഷത്തിൽ 1808 എന്ന് പറയുന്ന വർഷത്തിൽ നമ്മുടെ SCRT +2 പറയുന്ന ഒരു പോയിന്റാണ്. 1808 മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം എന്ത് ചെയ്യാണ്? ഇവരുടെ രണ്ടുപേരുടെയും തദ്ദേശീയ സൈന്യം എന്ത് ചെയ്യാണ്? ആക്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ എന്താണ് റെസിഡന്റ് ഒരു കപ്പലിൽ കയറിയിട്ട് പിന്നീട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പറയുന്നത് ബ്രിട്ടീഷുകാർ കൊച്ചി എന്ത് ചെയ്യുന്നു? ആക്രമിച്ചു. അതേ തുടർന്ന് പാലിയത്തച്ഛൻ എന്താണ് വേലുത്തമ്പിയുമായിട്ടുള്ള സഖ്യമൊക്കെ ഉപേക്ഷിച്ച് പിന്നീട് മദ്രാസിലേക്കൊക്കെ നാട് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് പാലിയത്തച്ഛൻ. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ എന്താണ് വേലുത്തമ്പിയുമായുള്ള സഖ്യം പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? വേലുത്തമ്പിക്ക് സഹായിയായിട്ടുണ്ടായിരുന്ന കൊച്ചിയിലെ മന്ത്രിയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പാലിയത്തച്ഛനാണ്. അതോടൊപ്പം തന്നെ 1808 മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം തദ്ദേശീയ സൈന്യം എന്ത് ചെയ്യുന്നുണ്ട്? ആക്രമിക്കുന്നുണ്ട്. അതിപ്പോൾ ഏതാണ് റെസിഡന്റ് എന്ന് ഓർത്തിരിക്കുക? കേണൽ മെക്കാളയാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പറയുന്നത് കുണ്ടറ വിളംബരമാണ്. വേലുത്തമ്പി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ആരാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചെന്ന് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരും വേലുത്തമ്പി ദളവ. എന്നാണ് പുറപ്പെടുവിച്ചതെന്ന് ചോദിച്ചാൽ 1809 ജനുവരി 11. ഇനി അത് മലയാള മാസത്തിൽ പറഞ്ഞാൽ 984 മകരം 1-ാം തീയതിയാണ്. 984 മകരം 1-ാം തീയതിയാണ്. ഇത് എവിടെ നിന്നാണ് ഈ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത് വെച്ചാൽ കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന സ്ഥലത്തെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഇതിന് ശേഷം പുതുതായിട്ട് ഈ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം അവിടെ പുതുതായിട്ട് വന്ന ദളവയാണ് ആര്? ഉമ്മിണിത്തമ്പി. പുതുതായിട്ട് വന്ന ഉമ്മിണിത്തമ്പിയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം പുതുതായിട്ട് വന്നിട്ടുള്ള ദിവാൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ വേലുത്തമ്പി ദളവയെ പിടികൂടാനായിട്ട് ഇതേ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരവിടുന്നു. അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ഉമ്മിണിത്തമ്പിയാണ്. അദ്ദേഹം പുതിയ ദളവയായിട്ട് വരുന്നു. അദ്ദേഹം വന്ന ശേഷം എന്ത് ചെയ്യുന്നു? വേലുത്തമ്പി ദളവയെ പിടികൂടാനായിട്ട് ഉത്തരവിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുണ്ടറ വിളംബരം 1809 ജനുവരി 11, 984 മകരം 1 ഓർത്തിരിക്കുക. ഇളമ്പല്ലൂർ ക്ഷേത്രം അല്ലെങ്കിൽ അതെവിടെയാണെന്ന് വെച്ചാൽ കുണ്ട്ര, കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. വേലുത്തമ്പി ദളവയെ തുടർന്ന് വന്ന ദളവയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഉമ്മിണിത്തമ്പിയാണ്. അങ്ങനെ ഉമ്മിണിത്തമ്പി എന്ത് ചെയ്യുന്നുണ്ട്? വന്ന ശേഷം വേലുത്തമ്പി ദളവയെ പിടികൂടാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് വേലുത്തമ്പി മണ്ണടിയിൽ അഭയം തേടുന്നു. അതിനുശേഷം പത്തനംതിട്ടയിലെ മണ്ണടിയിൽ എന്താണ്? വേലുത്തമ്പി ദളവ അഭയം തേടുന്നു. അദ്ദേഹത്തിന്റെ ഭവനം, അഭയം തേടിയ ഭവനം എന്താണ്? തിരുവിതാംകൂർ ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്യുന്നു? വളയുന്നു. 1809 മാർച്ച് 29, 1809 മാർച്ച് മാസം 29-ാം തീയതി എന്താണ് അദ്ദേഹം
മണ്ണടിയിൽ, പത്തനംതിട്ടയിലെ മണ്ണടിയിൽ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യുകയാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കേണൽ ലീഗർ എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഉത്തരമായിട്ട് വരേണ്ടത് കേണൽ ലീഗർ ആണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ മ്യൂസിയം, സ്മാരകം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത ശേഷം ഇദ്ദേഹത്തിന്റെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതശരീരം കെട്ടിത്തൂക്കിയതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. വരാൻ പോകുന്ന കേരള PSC പരീക്ഷയിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ഈ 2024 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തെ അനുബന്ധമായിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അതിൽ ഇപ്പോൾ ഒന്നാമത്തെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിട്ടുള്ള അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. അത് നമ്മൾ തൊട്ടടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ എഴുതി വെച്ച നോട്ടുകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സോഴ്സുകളിൽ നിന്നുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം കണ്ടന്റുകൾ ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഈ ക്ലാസ്സുകളുടെ എല്ലാം അപ്ഡേറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓൾ PSC എക്സാം ടിപ്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ലോഞ്ച് ചെയ്യാവുന്നതാണ്, തികച്ചും സൗജന്യമായിട്ട്. ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ലിങ്ക് നൽകാം, ഡിസ്ക്രിപ്ഷൻ ഭാഗത്തായിട്ട്. അതോടൊപ്പം നമ്മുടെ മാത്സ് ക്ലാസ്സിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലാസ്സിൻ്റെ ആ ഓർഡറിലുള്ള ലിങ്ക് നിങ്ങൾക്ക് എന്നെന്നും ലഭിക്കാനായിട്ട് ഞങ്ങളുടെ മാത്സിന് വേണ്ടി തുടക്കം കുറിച്ച PSC മാത്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാത്സ് ക്ലാസ്സും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു ഓർഡറിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ ക്ലാസ്സും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. അങ്ങനെ PSC പരീക്ഷയ്ക്ക് ഒരു സഹായി എന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിവുകൾ നൽകും. അതോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്നും ചിലപ്പം നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ പല അറിവുകളും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം. നല്ല രീതിയിൽ പഠിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.